സ്തുതിക്കുകയാണ്. എല്ലാ കള്ളപ്രചരണങ്ങൾക്കും ശക്തമായ മറുപടി എടുക്കുക. രണ്ടാം വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞു നടത്തിയ കള്ളപ്രചരണങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ്. ഞങ്ങളുടെ വാർഡിലെ ചുണ്ട വാർഡ് എന്ന് പറയുന്ന നിഷ്കളങ്കയും വളരെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളെ പൊറാട്ടയും അതിലേക്ക് കുറച്ച് കറിയും ഒഴിച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അത്തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്താൽ വോട്ട് തിരിയും എന്ന SDPIയുടെ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ആ രണ്ടാം വാർഡിൽ കിട്ടിയിട്ടുള്ളത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും UDFും ശക്തമായ നിലയിൽ ഞങ്ങളുടെ വാർഡിൽ നിലനിൽക്കുന്നു. തങ്ങളുടെ വാക്കുകളൊക്കെ കേട്ട് അനുസരിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടരും ഇപ്പോൾ ലീഗിൻ്റെ UDFിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെ ഇതിനെ കാണുകയാണ്. അടുത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന ഈ വേളയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി ഫൈനലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വാർഡിലും ഞങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള അടിത്തറ യാതൊരു പ്രശ്നമില്ലാതെ നിലനിൽക്കുന്നു എന്നറിയാം. CPMൻ്റെയും SDPIയുടെയും കള്ളപ്രചരണങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു വിജയമായി കാണുകയാണ് ചെയ്ത വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൂട്ടുന്നതാണ് ഞങ്ങളുടെ ഈ വിജയം. സാഹിബ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയൊരു മുന്നേറ്റമാണ് 14-ാം വാർഡിലെ UDF ഇപ്പോൾ ഈ ഇലക്ഷനിൽ നടത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് 14-ാം വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും അവർ അഭിവാദ്യം ചെയ്യാണ്. അവർക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വീട് വീടാന്തരം കയറി ഒരുപാട് പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ലീഡ് കൂടിയാണ് ഈ വർഷം ചെയ്തത്. അത് അവിടുത്തെ വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് തുടർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും എന്നവർക്ക് ഞങ്ങൾ ഈ അവസരത്തിൽ ഉറപ്പ് നൽകണം. അതോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും സമീപ വാർഡുകളിൽ നിന്നൊക്കെ ആളുകളെ ഇറക്കുമതി ചെയ്ത് നിരന്തരം വീടുകളിൽ കയറി പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിടും അതിനൊക്കെ അവിടുത്തെ ഉത്ബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി ഈ ലീഡ് അങ്ങനെ ഒരു പ്രതിഷേധം കൂടിയായി മാറിയിരിക്കുകയാണ്.